അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടരക്കെ കുറിച്ചിരുന്നു. മധുചേട്ടാ, അവിടെ കരയാക്രമണം എന്തായാലും ഇറങ്ങുകയാണെങ്കിൽ കാലാവസ്ഥ അടക്കം അമേരിക്കൻ സൈന്യത്തിന് അത്ര എളുപ്പമാകാനുള്ള വഴിയില്ല. മാത്രമല്ല ടെഹ്റാന്റെ ഇന്നലത്തെയൊക്കെ ഒരു വാർത്തയുടെ പ്രധാന ഹെഡ്ലൈൻ വെൽക്കം ടു ഹെൽ എന്നുള്ളതായിരുന്നു. അവർ പറഞ്ഞ് ഞങ്ങൾ കാത്തിരിക്കാണ്ട് വരുമെന്ന് പറയുന്നു. അങ്ങനെ പോയി ഇറങ്ങി കൊടുക്കാനാണോ ട്രംപിന്റെ പ്ലാൻ? മധുചേട്ടാ, അയ്യോ ഓക്കെ. നമ്മൾ മധുചേട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഇവിടെ ഈ വണ്ടി തടയപ്പെട്ടത്. അപ്പൊ അതാണ് അങ്ങോട്ട് കയറിയത്. അപ്പൊ മധുചേട്ടാ ചോദിച്ചത്, കരയാക്രമണത്തിന് അമേരിക്ക അത്ര പെട്ടെന്ന് തയ്യാറെടുക്കോ? മാത്രമല്ല, ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം മധ്യസ്ഥതയിലേക്ക് വരുന്നു എന്നൊക്കെ പറയുന്നത് കൗതുകമുള്ള കാര്യം കൂടിയാണ്. ഭയങ്കര കൗതുകം. ഹാഷ്മി, ക്രിസ്റ്റീന, പാകിസ്ഥാന്റെ കാര്യത്തിൽ അത്ര കൗതുകം വേണ്ട. കാര്യം ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം ആദ്യം തന്നെ പാകിസ്ഥാന്റെ സൈന്യാധിപനായിരുന്നു വന്നത്. ഒരുപക്ഷെ അന്നേ ഇത്തരം ഒരു പ്ലാൻ അമേരിക്കയുടെ മനസ്സിലുണ്ടായിരിക്കാം. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ എയർഫോഴ്സ് വണ്ണിലെ വൈറ്റ് ഹൌസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മയാമിയിൽ നിന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് അമേരിക്ക മുന്നോട്ട് വെച്ച 15 നിർദ്ദേശങ്ങളിൽ അതിൽ ഭൂരിഭാഗവും ഇറാൻ ഇതിനോടകം യോജിച്ചിട്ടുണ്ട്. ഇനി ചില ചുരുക്കം കാര്യങ്ങൾ കൂടി മാത്രം വ്യക്തത വരുത്താനുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് അവർ വളരെ സീരിയസ് ആയിട്ടാണ് ചർച്ചകൾ നടത്തുന്നത്. അതാണ് അവർ 10 വലിയ കപ്പലുകൾ നിറയെ ഇന്ധനം ഇതിനോടകം തന്നത്. ഇത് കൂടാതെ നാളെ മുതൽ 20 കപ്പലുകൾ കൂടുതലായിട്ട് ഇന്ധനം വഹിച്ചുകൊണ്ട് ഹോർമൂസ് കടലിടുക്കിലൂടെ നീങ്ങി തുടങ്ങുമെന്നും ട്രംപ് പറയുന്നുണ്ട്. ഇത് കൂടാതെ കാർഗ് ഐലൻഡ് പിടിച്ചെടുക്കുന്നതിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നതായിട്ടും ട്രംപ് പറഞ്ഞു. നേരത്തെ ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ഈ കാർഗ് ഐലൻഡ് ചിലപ്പോൾ പിടിച്ചെടുക്കാനും പിടിച്ചെടുക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അമേരിക്കയുടെ മുമ്പിൽ പല ഓപ്ഷൻസുകളുണ്ട്. അത് മാത്രമല്ല, ഇറാന്റെ എണ്ണ ശേഖരം പൂർണ്ണമായി നിയന്ത്രിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപിന്റെ പക്ഷേ ഈ പ്രസ്താവനയോടുകൂടി സംഭവിച്ചത് രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നിരിക്കുകയാണ്. ബ്രന്റ് ക്രൂഡ് വില ഏതാണ്ട് ബാരലിന് $116 ഉയർന്നു. അതേസമയം ഈ ഇറാനിൽ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന കരസേനാ നീക്കങ്ങൾക്കായിട്ട് അമേരിക്കൻ പ്രതിരോധ വകുപ്പായ പെന്റഗൺ തയ്യാറെടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. 10,000-കണക്കിന് അമേരിക്കൻ സൈനികരും മറീനുകളും ഒക്കെ ഇതിനോടകം പശ്ചിമേഷ്യയിൽ ഇതിനായി എത്തിക്കഴിഞ്ഞെന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. പ്രധാന ഉദ്ദേശം 1000 പൗണ്ടോളം വരുന്ന യുറേനിയം ശേഖരം ഇപ്പോൾ ഇറാനിലുണ്ട്. ഇത് അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവരിക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഈ ഒരു എക്സ്ട്രാക്ഷൻ ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത് പെന്റഗൺ ആണ്. ഇത് ട്രംപിന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. ആഴ്ചകളായിട്ട് വളരെ രഹസ്യമായിട്ടാണ് ഈ സൈനിക പദ്ധതി പെന്റഗൺ ഇത്രയും ദിവസം തയ്യാറെടുത്തത്. വരും ദിവസങ്ങളിൽ ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനാണ് പെന്റഗന്റെ ആലോചന. പക്ഷേ ഇതിനകത്തെ അപകട സാധ്യതകൾ നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ അമേരിക്കൻ സൈന്യം ഇറങ്ങിയാൽ വെൽക്കം ടു ഇറാൻ എന്ന് പറഞ്ഞുള്ള പ്രസ്താവനയും അതുപോലെ തന്നെ ഇറാന്റെ ഡ്രോണുകൾ, മിസൈലുകൾ, അവിടെയുള്ള സ്ഫോടക വസ്തുക്കൾ ഇവയിൽ നിന്നൊക്കെ അമേരിക്കൻ സൈനികർക്ക് വലിയ ഭീഷണി നേരിടുമെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ തീരുമാനം അല്ലെങ്കിൽ ഫൈനൽ ഡിസിഷൻ ട്രംപിന്റേതാണ്. പെന്റഗൺ സമർപ്പിച്ച ഈ പദ്ധതികൾ പല ഓപ്ഷൻസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതിൽ ഏതൊക്കെ അംഗീകരിക്കണം അല്ലെങ്കിൽ ഇതെല്ലാം പൂർണ്ണമായിട്ട് തള്ളിക്കളയണോ എന്ന കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് ഈ നിമിഷം വരെ ഒരു തീരുമാനമെടുത്തിട്ടില്ല. ഇറാൻ മണ്ണിൽ പ്രവേശിച്ച് ഒരുപക്ഷെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സൈനിക ദൌത്യം അമേരിക്കൻ സൈനികരുടെ ജീവൻ വെച്ച് കളിക്കുവാൻ സാധ്യതയുണ്ടെന്ന് ട്രംപിനാണ് എല്ലാരെക്കാട്ടിലും നന്നായിട്ട് അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ അപകട സാധ്യതകളൊക്കെ കണക്കിലെടുത്ത് ഒരു തീരുമാനത്തിലേക്കായിരിക്കും ഡൊണാൾഡ് ട്രംപ് പോകുന്നത്. അതേസമയം വൈറ്റ് ഹൌസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് പെന്റഗൺ സാധാരണ രീതിയിൽ ഇത്ര സൈനിക നടപടികൾക്ക് ഓപ്ഷൻസുകൾ പലതും പ്രസിഡന്റ് നൽകുക സാധാരണ നിലയ്ക്കുള്ളതാണ്. അതിൽ എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്നുള്ളത് ട്രംപ് ആണെന്നാണ് കാരലിൻ ലിവിറ്റ് പറയുന്നത്. പക്ഷേ ഇതോടൊപ്പം കാർഗ് ഐലൻഡ് പിടിച്ചെടുക്കുക, അതുപോലെ ഇറാന്റെ ആയുധങ്ങൾ ബാക്കിയുള്ളത് കണ്ടെത്തി നശിപ്പിക്കുക, അതായത് മിലിറ്ററി റെയ്ഡുകൾ നടത്തുക, ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള മിന്നൽ പരിശോധനകൾ നടത്തുക, ഇതെല്ലാം പദ്ധതിയുണ്ട്. അതേസമയം ഈ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്ക് വരും ദിവസങ്ങളിൽ ആതിഥേയത്വം വഹിക്കാനുള്ള തയ്യാറെടുപ്പായി കഴിഞ്ഞു എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. നമുക്കറിയാം 4 രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ഇന്നലെ നടന്നു. സൗദി, ഖത്തർ, സൗദി, തുർക്കി, ഈജിപ്ത്, അതുമാത്രമല്ല പാകിസ്ഥാൻ, ഇവര് ചേർന്ന് ഈ മേഖലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. ഹാഷ്മി, കൃഷ്ണ. ഓക്കെ, എന്ന് പറഞ്ഞാൽ അവരുടെ മധ്യസ്ഥ രാജ്യം പാകിസ്ഥാനൊക്കെയാണ്. എന്താവോ എന്തോ. 2 കാര്യം ഹാഷ്മി. ഒന്ന്, ഈ അമേരിക്ക കരയുദ്ധത്തിന് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അമേരിക്ക കരയേണ്ടി വരും മിക്കവാറും. 2, ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇപ്പൊ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ പലതരത്തിലുള്ള റിപ്പോർട്ട്, അതുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചെന്നിറങ്ങുമ്പോൾ സാധനം ഇവിടെ വേണമല്ലോ. അങ്ങനെ തിരിച്ചു കയറാൻ പറ്റുമോ എന്ന ചോദ്യമുണ്ട്. ജലീൽ കണ്ണമംഗലം കൂടി ചേരുന്നുണ്ട്. ജലീൽ, പോയ രാത്രി എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഒരു 3-4 ദിവസം വലിയ കുഴപ്പമില്ലാതെ പോയായിരുന്നു. പിന്നെ വീണ്ടും ഇപ്പോ വളരെ സജീവമായ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ജലീൽ.